ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ ഞാനൊരു യൂണിഫോം പാവാട കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പം ഇത് ഒരു കസ്റ്റമർക്കുള്ള തുണിയാണ്. അപ്പം ഇന്ന് വീട്ടിൽ നിന്നല്ല ഞാൻ വീഡിയോ എടുക്കുന്നത്, കടയിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം കടയിൽ വന്നപ്പോഴത്തേന് കറണ്ട് ഇല്ല. അപ്പം നമുക്ക് യൂണിഫോം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ നമുക്ക് കിടപ്പുണ്ട്. പക്ഷേ ഇന്ന് കറണ്ട് ഇല്ലാത്തത് കാരണം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം കസ്റ്റമർക്ക് കൊടുക്കേണ്ടതാണ്. അപ്പൊ സ്കൂളിലൊക്കെ ഇപ്പം സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്, യൂണിഫോം പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ കറണ്ട് ഇല്ലാത്തത് കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇതൊരു കസ്റ്റമർക്ക് കൊടുക്കാനുള്ള ഒരു കുട്ടിയുടെ പാവാടയാണ്. അപ്പൊ അതൊന്ന് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, ഈ പാവാടയുടെ ലെങ്ത് എന്ന് പറയുന്നത് 25 ഇഞ്ച് വേണമായിരുന്നു. പക്ഷെ ഇത് സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന തുണിയായതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് തികയത്തില്ല. അപ്പോൾ 23 ഇഞ്ച് ലെങ്തിൽ നമുക്ക് ഈ പാവാട കട്ട് ചെയ്യുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാം. ഇതിപ്പം 2 ജോഡി പാവാടയ്ക്കാണ് എടുത്തിട്ടിരിക്കുന്നത്. ഇപ്പം ആകെ ഇത്ര തുണിയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നിന്ന് വേണം നമുക്ക് ഷർട്ടിൽ ഇനിയിപ്പം കോളറും കാര്യങ്ങളും ഒക്കെ പിടിപ്പിക്കാൻ. അപ്പം ഈ ഉള്ള തുണിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം 23 ഇഞ്ച് ലെങ്തും 30 ഇഞ്ച് വണ്ണമാണ് ഞാൻ ഇതിന് എടുക്കുന്നത്. അപ്പം താഴോട്ട് ലെങ്ത് എങ്ങനെയാണ് എടുക്കുന്നത്, ഇതിന്റെ പ്ലീറ്റ് എങ്ങനെയാണ് എടുക്കുന്നത്, ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ലെങ്ത് നോക്കാം. ഇത് ഞാൻ തുണി 4ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. 2 ജോഡിക്ക് വേണ്ടിയിട്ടാണ് 4ആയിട്ട് ഞാൻ ഇട്ടത്. 4ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ ഇങ്ങോട്ട് ലെങ്ത് എടുത്താലേ കിട്ടത്തുള്ളൂ, അല്ലാതെ ഇതിന് കിട്ടത്തില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് ലെങ്ത് എടുക്കാം. ഇങ്ങനെയാണ് ഞാൻ ഇതിന്റെ ലെങ്ത് നോക്കുന്നത്. ആകെ 25 ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു 23 ഇഞ്ചില് തയ്ക്കാമെന്ന് വിചാരിച്ചു. 23 ഇഞ്ച് ലെങ്ത് ഞാൻ എടുത്തു. ഇത്രയും ഭാഗം ഞാൻ മടക്കി തയ്ക്കാനും ഇട്ടു. അപ്പം 23 മാത്രം എടുത്ത് തികയത്തില്ല. 2 ഇഞ്ച് പട്ട വേണം. അത് ഇതിന്റെ മുകൾ ഭാഗത്ത് നമ്മൾ പട്ട വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് 23 ഇഞ്ച് നമുക്ക് കിട്ടും. 23 അല്ല 24 കിട്ടും. ഇത് മൊത്തത്തിൽ 25 എനിക്ക് വേണ്ട. അപ്പം 1.5 ഇഞ്ച് നമ്മൾ മടക്കി തയ്ക്കാൻ വേണം, 2 ഇഞ്ച് പട്ടയ്ക്ക് വേണം. ഇതിപ്പോ ഉള്ള ഫുൾ ലെങ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ 30 ഇഞ്ച് വണ്ണമാണ് വേണ്ടത്. അപ്പം ആകെ ഇത്ര തുണിയെ നമുക്കുള്ളൂ. 30 ഇഞ്ച് വണ്ണത്തിൽ നമുക്ക് തയ്ച്ചെടുക്കണം ഇത്രയും തുണിയേല്. അപ്പൊ ഇതിന് നമുക്ക് അത്യാവശ്യം എന്ന് പറയുന്നത് 30 ഇഞ്ച് വണ്ണത്തിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പം 30ന്റെ 4/1 ആദ്യം കാണണം. 30ന്റെ 4/1 ആവുമ്പോൾ 7.5 ഇഞ്ചാണ്. 7.5 ഇഞ്ച് 30ന്റെ 4/1. 7.5 ഇഞ്ച് ഇത് വണ്ണത്തിൽ 7.5 ഇഞ്ച് ഞാൻ എടുത്തു 30ന്റെ 4/1. ഇനി നമുക്ക് പ്ലീറ്റ് എടുക്കണ്ടേ? പ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. പ്ലീറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ 7.5 ഇഞ്ചിന്റെ 3 ഇരട്ടി കാണണം. 3 ഇരട്ടി എടുക്കണം. 7.5 ഇഞ്ചിന്റെ 3 ഇരട്ടി. അപ്പം 7.5 ഇഞ്ച് ഞാൻ ഇവിടെ എടുത്തിട്ടു. ഇനി ഇപ്പുറത്തോട്ട് മാറി വീണ്ടും ഒരിക്കൽ കൂടി 7.5 എടുത്തു. വീണ്ടും 7.5 എടുത്തു. ഇങ്ങോട്ടും 7.5 എടുത്തു. 3 ഇരട്ടി. ഈ 7.5 ഇഞ്ചിന്റെ 3 ഇരട്ടി ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി. 3 ഇരട്ടി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വണ്ണത്തിനുള്ളത് ആയി. ഇനി ഇത് പ്ലീറ്റ് എടുക്കണം. ഇത് പ്ലീറ്റ് എടുക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം 1 ഇഞ്ച് തയ്യൽ തുമ്പൽ മാറ്റിയിട്ട് കൊടുക്കണം. 1 ഇഞ്ച് തയ്യൽ തുമ്പൽ ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ എടുക്കുന്ന ചിലര് 2.5 ഇഞ്ചിൽ പ്ലീറ്റ് എടുക്കും, ചിലര് 2 ഇഞ്ച് പ്ലീറ്റ് എടുക്കും. അപ്പൊ ഞാനിവിടെ എടുക്കുന്നത് 2 ഇഞ്ച് പ്ലീറ്റ് ആണ്. ഞാൻ ആദ്യം ഈ 2 ഇഞ്ച് പ്ലീറ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം. 2 ഇഞ്ചില് ഈ തുണിയുടെ അങ്ങേറ്റം തൊട്ട് ഇവിടെ ഫുള്ള് 2 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണം. 2 ഇഞ്ച് പ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി എടുത്ത് വേണം ചെയ്യാന്. കാര്യം പ്ലീറ്റിന്റെ വീതി വ്യത്യാസം വരും. അറിയാവുന്നവർക്കാണെങ്കിൽ ഈ 2 ഇഞ്ചിൽ അവർ മടക്കി അങ്ങ് പോവും. പക്ഷെ തുടക്കക്കാർ ആദ്യമായിട്ട് ചെയ്യുന്നവര് ഈ 2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ വീട്ടിലിരുന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് സ്വയം പാവാടയൊക്കെ തയ്ച്ച് സ്കൂളിൽ വിടാം. 2 ഇഞ്ച്. ഈ തുണിയിൽ ഫുള്ള് ഞാൻ 2 ഇഞ്ച് എടുത്ത്. ഈ തുണി 4ആയിട്ട് കിടക്കുന്ന 2 പാവാടയ്ക്ക് ഉള്ളതാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇങ്ങറ്റം വരെ 2 ഇഞ്ച്
ഇവിടെ വരെ 2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പൊ ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടുന്നില്ല, ഒരുപാട് കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോകളിൽ ഇടാം, അടുത്ത ദിവസങ്ങളിൽ ഇടാം. ഇപ്പൊ ഞാനിതൊരു കട്ടിങ് വീഡിയോ മാത്രമാണ് ഇടുന്നത്. കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് തയ്യൽ തുമ്പിൽ നമ്മൾ മടക്കടിക്കാനൊക്കെ എടുത്തിട്ട് ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു പോന്ന് നമ്മൾ ഇങ്ങനെ ഈ മാർക്കിൽ നിന്ന് ഈ മാർക്കിലേക്ക് നമ്മൾ ഇങ്ങനെ എടുക്കണം. പ്ലേറ്റ് കണ്ടോ? അത് കഴിഞ്ഞ് അടുത്ത പ്ലേറ്റ് വരുമ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് അടുത്ത പ്ലേറ്റ് എടുക്കണം. നമ്മൾ മാർക്ക് ചെയ്തെടുത്തു ഉള്ളിലേക്ക് ആക്കി. ഇനി അടുത്ത പ്ലേറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഒരു സേഫ്റ്റി സൂചിയോ എല്ലാം കുത്തി വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഇതിങ്ങനെ ഇരിക്കും. വെട്ടക്കുറവുണ്ട്, കറണ്ട് ഇല്ല, അപ്പം ഇത്ര വെട്ടമേ ഇവിടെ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഫുൾ എടുക്കണം. അപ്പൊ ഫുൾ എടുക്കുമ്പോൾ 15 ഇഞ്ച് വണ്ണം നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മളിവിടെ പട്ട വെച്ച് കൊടുക്കണം. പട്ട വെച്ച് കൊടുത്ത് ഇവിടെ സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകണം. ഈ സൈഡും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോകണം. ഈ താഴത്തെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യണം. അപ്പം ഈ യൂണിഫോം പാവാടയുടെ വീഡിയോ ഞാൻ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നല്ല വെട്ടമുള്ള സ്ഥലത്ത് വെച്ച് ഇടാം. ഇതിപ്പം ഞാൻ വെറുതെ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നതാണ്. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്റെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.